നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. സത്യം ചെയ്യൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 22 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല എന്നും മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരനെന്നും പറയുന്ന കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് ഹാ കഷ്ടം. മൂഢന്മാരും കുരുടന്മാരും ആയുള്ളവരെ ഏതു വലിയത്, സ്വർണമോ സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ? യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല, അതിന്മേലുള്ള വഴിപാടിനെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരൻ എന്ന് നിങ്ങൾ പറയുന്നു. കുരുടന്മാരായുള്ളവരെ ഏതു വലിയത്, വഴിപാടോ വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമോ? ആകയാൽ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിന്മേലും അതിനെയും അതിന്മേലുള്ള സകലത്തെയും ചൊല്ലി സത്യം ചെയ്യുന്നു. മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിൽ വസിക്കുന്നവനെയും ചൊല്ലി സത്യം ചെയ്യുന്നു. സ്വർഗത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തെയും അതിലിരിക്കുന്നവനെയും ചൊല്ലി സത്യം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തു സത്യം ചെയ്യലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ, അതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഇതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. പഴയ നിയമത്തിൽ സത്യം ചെയ്യലുണ്ടായിരുന്നു. 10 കൽപ്പനയിലെ ഒരു വാക്യം, എൻ്റെ നാമം വൃഥാ എടുക്കുന്നവൻ ഞാൻ ശിക്ഷിക്കാതെ വിടുകയില്ല എന്നാണ്. യഹൂദന്മാർ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എലോഹീം എന്ന് പറയരുത്, അതുകൊണ്ട് അവർ ഏൽ എന്നേ പറയുമായിരുന്നു. യഹോവ എന്ന് പറയരുത്, അതുകൊണ്ട് അവർ യാഹെന്നേ പറയുമായിരുന്നത്, പകുതി. ദൈവം എന്ന് പറയരുത്, അതിന് പകരം ഒരു സ്വർഗമെന്നേ പറയുമായിരുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത് പറയുന്ന കാര്യമല്ല. എൻ്റെ നാമം വൃഥാ എടുക്കരുതെന്ന് പറഞ്ഞാൽ യഹോവയെന്നും ദൈവമെന്നും സ്വർഗമെന്നും പറയരുതെന്നൊന്നുമല്ല. പിന്നെ സത്യം ചെയ്യുമ്പോൾ, അതായത് ദൈവനാമത്തിൽ സത്യം ചെയ്യുമ്പോൾ വ്യാജമായിരിക്കരുതെന്നാണ്. ദൈവനാമത്തിൽ സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? യഹോവ ദൈവമാണെങ്കിൽ അതാണ്. യഹോവ സർവ്വവ്യാപിയാണെങ്കിൽ, യഹോവ സർവശക്തനാണെങ്കിൽ, യഹോവ സർവജ്ഞാനിയാണെങ്കിൽ, യഹോവ നീതിമാനാണെങ്കിൽ, യഹോവ ശിക്ഷിക്കുന്നവനാണെങ്കിൽ, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല എന്ന് വ്യാജം പറയുന്നവൻ ദൈവനാമം വൃഥാ എടുക്കുന്നവനാണ്. അതാണ് എൻ്റെ അർത്ഥം. സത്യവാചകം കേട്ടിട്ട്, അതായത് ദൈവനാമത്തിൽ സത്യം ചെയ്യുക, ദൈവത്തെ ചൊല്ലി സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ യഹോവ ദൈവമാണെങ്കിൽ അതാണ് ഇതിൻ്റെ അർത്ഥം. ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ യഹോവ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആ ബോധ്യത്തിൽ ഞാൻ പറയുന്നു. പിന്നെ പറയുന്നത് സത്യമായിരിക്കണം, അല്ലെങ്കിൽ ദൈവനാമം വൃഥാ എടുക്കുകയാണ്, അവന് ശിക്ഷ വരാതിരിക്കുകയില്ല എന്നാണ്. ഇവിടെ യേശു ഈ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പഠിപ്പിക്കലുകളെ വിമർശിക്കുകയാണ്. അവർ പറഞ്ഞിരുന്നത് മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്ത കുഴപ്പമില്ല, പക്ഷേ അതിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്ത്. ദൈവമന്ദിരത്തിലെ പലതും സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലെ തിരുനിവാസം അല്ലെങ്കിൽ കൃപാസനം അതൊക്കെ സ്വർണം കൊണ്ടാണ്. നിലവിളക്ക് സ്വർണം കൊണ്ടാണ്. അപ്പോൾ ഇവർ പറയുകയാണ്, നിങ്ങൾ മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്തോ കുഴപ്പമില്ല, അതിലുള്ള സ്വർണത്തെ ചൊല്ലിയായിരുന്നു. പിന്നീട് അവർ പറഞ്ഞു, യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്തോ, പക്ഷേ അതിലിരിക്കുന്ന വഴിപാടിനെ ചൊല്ലി സത്യം ചെയ്തു. യേശു ചോദിക്കുക, ഇതൊക്കെ ഏത് വാക്യം? ബൈബിളിൽ എവിടെ ഇത് എഴുതിയിരിക്കുന്നത്? യേശു പറയുകയാണ്, ഈ സ്വർണത്തെ പരിശുദ്ധമാക്കുന്നത് മന്ദിരമല്ലേ? ഈ വഴിപാടിനെ പരിശുദ്ധമാക്കുന്നത് യാഗപീഠമല്ലേ? അപ്പോൾ അവരുടെ അജ്ഞത, അവരുടെ ആ കുരുട്ട് കണ്ണ്, അവരുടെ മൂഢത്തരം കർത്താവ് വിളിച്ചു പറയുകയാണ്. എന്തിനാണ്? ഇവരുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. ഈ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പിന്നാലെ നിങ്ങൾ പോയാൽ, അവരുടെ ഉപദേശം കേട്ട് അതുപോലെ ജീവിക്കാൻ നിങ്ങൾ പോയാൽ നിങ്ങൾ അബദ്ധത്തിലാകും എന്നുള്ള കാര്യം ആളുകളെ
പഠിപ്പിക്കാൻ വേണ്ടിയാണ് യേശു അത് പറയാനിടയായത്. യേശു ഒരിക്കലും തൻ്റെ ജീവനെ ഓർത്ത്, ജീവന് ഭീഷണി ഉണ്ടാകുമല്ലോ എന്നോർത്ത് സത്യം പറയാതിരുന്നില്ല. ആളുകൾ അബദ്ധത്തിൽ ചാടരുത്. അതുകൊണ്ടാണ് തനിക്ക് അബദ്ധം ഉണ്ടായാലും അല്ലെ തന്നെ അവർ കൊല്ലാനിടയായാലും സാരയില്ല, ജനം സത്യം അറിയണം. ഈ യഹൂദ മതത്തിലെ ഈ ഉപദേഷ്ടാക്കൾ അബദ്ധമാണ് പഠിപ്പിക്കുന്നത്, വചനവിരുദ്ധമായതാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് അവർക്ക് ദൈവാത്മാവിൻ്റെ സഹായം ഇല്ല. അവർ ദൈവനിയന്ത്രിതമായിട്ടല്ല, അല്ലെങ്കിൽ ദൈവം അവരെ വിട്ടുപോയി. ശരിയാണ്, യെരൂശലേം ദേവാലയത്തിൽ നിന്ന് ദൈവം വിട്ടുപോയി. ആ ദൈവമല്ലേ മനുഷ്യനായിട്ട് വന്ന യേശു. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞ് ഈ മന്ദിരം പൊളിപ്പി ഞാൻ 3 നാൾ കൊണ്ട് പണിയാം. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞ് ഈ ദേവാലയം കല്ലിനുമേ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുമെന്ന്. പ്രിയപ്പെട്ടവർ, ഈ അധികാരത്തോട് യേശു ഈ ശാസ്ത്രിമാരോടും പരീശന്മാരോടും പറഞ്ഞത്, അല്ലെങ്കിൽ അവർക്കെതിരെ ജനത്തോട് പറഞ്ഞത്, യെരൂശലേം ദേവാലയത്തിൽ അതിപരിശുദ്ധ സ്ഥലത്ത് വസിച്ചിരുന്ന, തേജസ്സിൽ വസിച്ചിരുന്ന ആ ദൈവം മനുഷ്യനായതാണ് യേശു. തേജസ്സിൻ്റെ കർത്താവാണ് യേശു. അതുകൊണ്ടാണ് യേശു ഇവരുടെ പിന്നാലെ പോകരുത് എന്ന് പറയുവാൻ ഇടയായത്. ഇന്നും മത നേതാക്കളുടെ പിന്നാലെ പോയി ആളുകൾ നശിക്കുകയാണ്. ഈ ആമ്പാറ്റകളെ പോലെ ആളുകൾ നശിക്കുകയാണ്. അവരുടെ വസ്ത്രത്തിൻ്റെ നിറമൊക്കെ കണ്ട്, അതിൻ്റെ ആ മിനുമിനുപ്പൊക്കെ കണ്ട്, ഇത് ദൈവമുള്ളവരാണ്, ദൈവം അയച്ചവരാണ്, ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് എന്നൊക്കെ വിചാരിച്ച് തങ്ങളുടെ ആയുസ്, തങ്ങളെ തന്നെയല്ല തങ്ങളുടെ മക്കളെയും തലമുറകളെയും ആളുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശു മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വന്ന് കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ യേശുവിനെ സ്നേഹിച്ച് യേശുവിനെ അനുസരിക്കുവാൻ, ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം അതിനേവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.